ഗാസയിലെ യുദ്ധാനന്തര ഭരണത്തിനും പുനരധിവാസത്തിനുമായി അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതിയെ ചൊല്ലി വാഷിംഗ്ടണും ടെൽ-അവീവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായ നയതന്ത്ര പോരിലേക്ക് നീങ്ങുകയാണ്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുഎസ് പിന്തുണയുള്ള ഈ പദ്ധതിക്ക് തടസ്സം നിൽക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ തോതിൽ നിരാശനാകുമെന്ന മുന്നറിയിപ്പാണ് വൈറ്റ് ഹൌസ് നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയിൽ നിന്ന് ഇത്തരമൊരു പരസ്യമായ മുന്നറിയിപ്പ് വരുന്നത് സമീപകാല ചരിത്രത്തിൽ അപൂർവമായ സംഭവ വികാസമാണ്. അമേരിക്ക വിഭാവനം ചെയ്ത 20 സമാധാന പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകാൻ പലസ്തീൻ സായുധ സംഘടനയായ ഹമാസ് തയ്യാറായതായി പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ നയതന്ത്ര തർക്കം ഉടലെടുത്തത്. യുഎസ് പിന്തുണയോടെയുള്ള ഈ ധാരണയനുസരിച്ച് ഹമാസ് പൂർണ്ണമായും ആയുധം വെച്ച് കീഴടങ്ങാനും പകരം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പൂർണ്ണമായി പിന്മാറാനും വ്യവസ്ഥയുണ്ടായിരുന്നു. ദീർഘകാലമായി തുടരുന്ന സമാധാന ശ്രമങ്ങളിൽ വലിയൊരു വഴിത്തിരിവായാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളിക്കളയുന്ന നിലപാടാണ് നെതന്യാഹുവിന്റെ ഓഫീസ് സ്വീകരിച്ചത്. അമേരിക്കൻ നിർദ്ദേശത്തിലെ പല പ്രധാന വ്യവസ്ഥകളും ഇസ്രായേലിന്റെ പ്രാഥമിക സുരക്ഷാ ആവശ്യങ്ങളെ പോലും പരിഗണിക്കുന്നില്ലെന്ന് ടെൽ-അവീവ് വാദിച്ചു. ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിനുള്ള പൂർണ്ണ നിയന്ത്രണം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കരാറിനും തങ്ങൾ തയ്യാറല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതോടെ യുഎസ് അമ്പരപ്പിലായി. സമാധാന ചർച്ചകളുടെ പ്രാരംഭഘട്ടത്തിൽ അംഗീകരിച്ച തത്വങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഇപ്പോൾ പുറകോട്ട് പോകുന്നത് ശരിയല്ലെന്ന നിലപാടിലാണ് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ. ഒറിജിനൽ 20 പോയിന്റ് പ്ലാനിൽ നൽകിയ വാഗ്ദാനങ്ങൾ മാനിക്കാൻ ഇസ്രായേലിന് ബാധ്യതയുണ്ടെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞർ കടുത്ത ഭാഷയിൽ ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടൺ നിർദ്ദേശിക്കുന്ന തന്ത്രപ്രധാന തീരുമാനങ്ങളെ ഇസ്രായേൽ പരസ്യമായി എതിർക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെയും ബാധിച്ചേക്കാം. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണനിർവഹണത്തിനുമായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ബോർഡ് ഓഫ് പീസ് സമിതിയിൽ ഖത്തറിനെയും തുർക്കിയെയും ഉൾപ്പെടുത്താനുള്ള അമേരിക്കൻ നീക്കമാണ് ഇസ്രായേലിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. ഖത്തറും തുർക്കിയും ഹമാസിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളാണെന്നും അതിനാൽ ഗാസയുടെ ഭാവി കാര്യങ്ങളിൽ അവർക്ക് പങ്കാളിത്തം നൽകുന്നത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും നെതന്യാഹു വാദിക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഈ എതിർപ്പുകളെ അമേരിക്ക തള്ളിക്കളയുകയാണ് ചെയ്തത്. മേഖലയിൽ സ്വാധീനമുള്ള ഖത്തറിനെയും തുർക്കിയെയും പോലുള്ള രാജ്യങ്ങളെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ സമാധാന കരാർ പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന യുഎസ് ഭരണകൂടം ചൂണ്ടിക്കാണിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ കൂടുതൽ അസ്ഥിരത ഒഴിവാക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അത്യാവശ്യമാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ദീർഘകാലമായി നെതന്യാഹുവിന് ആഗോളതലത്തിൽ ലഭിച്ചിരുന്ന അന്ധമായ അമേരിക്കൻ പിന്തുണയ്ക്ക് ഈ സംഭവത്തോടെ വിള്ളൽ വീണിരിക്കുകയാണ്. സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായി യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നതെന്ന വിമർശനം അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങൾക്കിടയിൽ പോലുമുണ്ട്. ഗാസ വിഷയത്തിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ ഒരു യുദ്ധാനന്തര കാഴ്ചപ്പാടുണ്ടെങ്കിലും നെതന്യാഹു അതിനോട് സഹകരിക്കാത്തത് വാഷിംഗ്ടണിനെ ചൊടിപ്പിക്കുന്നു. നയതന്ത്ര തലത്തിൽ ഇത്തരമൊരു കടുത്ത തർക്കം ഉടലെടുക്കുമ്പോഴും ഗാസയിലെ സാധാരണക്കാരുടെ ദുരിതത്തിന് യാതൊരു കുറവുമില്ല. ഇസ്രായേൽ സൈന്യം ഗാസയിലുടനീളം വൻതോതിലുള്ള വ്യോമാക്രമണങ്ങളും കരമാർഗമുള്ള ആക്രമണങ്ങളും തുടരുകയാണ്. ദിവസേന നൂറുകണക്കിന് ഫലസ്തീനികളാണ് ദാരുണമായി കൊല്ലപ്പെടുന്നത്. ഗാസയിലെ വൻ മാനുഷിക ദുരന്തത്തിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. വംശഹത്യയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഗാസയിൽ നിലനിൽക്കുന്നതെന്നും ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു. ആഹാരവും മരുന്നും കുടിവെള്ളവും ലഭിക്കാതെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് അടിയന്തര സഹായത്തിനായി കാത്തുനിൽക്കുന്നത്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് സമാധാന പ്രേമികൾക്ക് വലിയ പ്രതീക്ഷ നൽകിയിരുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ കർശന നിലപാടുകൾ കാരണം ഈ ചരിത്രപരമായ അവസരം നഷ്ടപ്പെടുമോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. ഗാസയിൽ സൈനിക വിജയം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്നത് കൂടുതൽ വിനാശകരമാകുമെന്ന പല നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കുക എന്നത് അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ വലിയൊരു നാഴികക്കല്ലാണ്. അതിനാൽ തന്നെ ഇസ്രായേലിന്റെ പിടിവാശി കാരണം ഈ നീക്കം പരാജയപ്പെടുന്നത് ട്രംപിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായയ്ക്കും തിരിച്ചടിയാകും. ഇതാണ് വൈറ്റ് ഹൌസിനെ ഇത്രയും ശക്തമായ പരസ്യ പ്രതികരണത്തിന് പ്രേരിപ്പിച്ചത്. ഇസ്രായേലിനുള്ളിൽ തന്നെ നെതന്യാഹുവിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. ബന്ദികളാകപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ തിരിച്ചെത്തിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും അമേരിക്കയുമായുള്ള ബന്ധം തകരാൻ നെതന്യാഹു കാരണമായി എന്നും ആരോപിച്ച പതിനായിരങ്ങളാണ് തെരുവിലിറങ്ങുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി അംഗീകരിക്കാൻ സർക്കാരിന് മേൽ ആഭ്യന്തര സമ്മർദ്ദവും ഏറുകയാണ്. ഗാസയുടെ വിനാശകരമായ അവസ്ഥയിൽ നിന്ന് അതിനെ കരകയറ്റാൻ വൻതോതിലുള്ള സാമ്പത്തിക സഹായവും പുനരധിവാസ പദ്ധതികളും അത്യാവശ്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹം സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറാണെങ്കിലും വ്യക്തമായ ഒരു രാഷ്ട്രീയ പരിഹാരമില്ലാതെ നിക്ഷേപം നടത്താൻ അവർ സന്നദ്ധരല്ല. യുഎസ് മുന്നോട്ട് വെച്ച 20 പദ്ധതി നടപ്പിലായാൽ ഗാസയിൽ ഒരു പുതിയ ഭരണ സംവിധാനം നിലവിൽ വരും.
ഹമാസിന്റെ കയ്യിൽ നിന്ന് ഭരണം മാറുമ്പോൾ തന്നെ ഇസ്രയേലിന്റെ അധിനിവേശത്തിന് വിരാമമിടാനും അതിലൂടെ സാധിക്കും. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ നടപ്പിലാക്കാൻ ഇസ്രയേലിന്റെ സഹകരണം അത്യന്താപേക്ഷിതമാണ്. അറബ് ലോകവും പാശ്ചാത്യ ശക്തികളും ഈ വിഷയത്തിൽ അമേരിക്കൻ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇസ്രയേൽ തങ്ങളുടെ കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്മാറി സമാധാന കരാറിന് വഴങ്ങണമെന്നാണ് ഭൂരിഭാഗം രാജ്യങ്ങളുടെയും ആവശ്യം. അല്ലാത്തപക്ഷം ഇസ്രയേൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്ക നൽകിയ ശക്തമായ താക്കീത് നെതന്യാഹു സർക്കാരിനെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രതിരോധ സഹായത്തിനും നയതന്ത്ര സംരക്ഷണത്തിനും അമേരിക്കയെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഇസ്രയേലിന് വൈറ്റ് ഹൌസിനെ ദീർഘകാലം പിണക്കി മുന്നോട്ടു പോകാൻ സാധിക്കില്ല. ഗാസയിലെ വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ഒന്നുകിൽ US സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേൽ സമാധാന കരാറിന് തയ്യാറാകണം, അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കിക്കൊണ്ട് ആക്രമണം തുടരണം. നെതന്യാഹു എടുക്കുന്ന തീരുമാനം പശ്ചിമേഷ്യയുടെ ഭാവി സമാധാനത്തെ ആകെ മാറ്റിമറിക്കും. മറുവശത്ത് സൈനിക നടപടികൾ തുടരുമ്പോഴും തങ്ങളുടെ ശേഷിക്കുന്ന പോരാളികളെയും കമാൻഡർമാരെയും സംരക്ഷിക്കാൻ ഹമാസിനും ഈ കരാർ ആവശ്യമാണ്. ആയുധം ഉപേക്ഷിക്കാൻ അവർ തയ്യാറായത് ഈ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം സമാധാന പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഗാസയിലെ കൊച്ചുകുട്ടികളും നിരപരാധികളായ സാധാരണക്കാരും ഇപ്പോഴും ബോംബർഷണങ്ങൾക്കിടയിൽ ഭീതിയിലാണ് കഴിയുന്നത്. രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും നടത്തുന്ന നയതന്ത്ര യുദ്ധങ്ങൾക്കിടയിൽ നിരപരാധികളുടെ ചോര വീഴുന്നത് തടയാൻ അടിയന്തരമായി US മേൽനോട്ടത്തിലുള്ള പദ്ധതി പ്രാവർത്തികമാക്കുക മാത്രമാണ് ഏക വഴി. ട്രംപും നെതന്യാഹുവും തമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ വൻ അഭിപ്രായ വ്യത്യാസം ഗാസ യുദ്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ പരസ്യമായ താക്കീത് ഇസ്രായേൽ ഭരണകൂടത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ വരും ദിവസങ്ങളിൽ ഗാസയിലെ യുദ്ധക്കളത്തിലും നയതന്ത്ര വേശയിലും പ്രതിഫലിക്കും.